നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് THE എന്ന് പറയുന്നത് ദി ആണോ ദായാണോ എന്ന്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ശ്രദ്ധിക്കാം. അതുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് നമ്മൾ THE എവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. പ്രത്യേക സാഹചര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് ഈ പാഠം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ദി ആപ്പിൾ അതോ ദ ആപ്പിൾ ആണ്? ദി പോലീസ്മാൻ ആണോ ദ പോലീസ്മാൻ ആണോ? ദി എലിഫന്റ് ആണോ ദ എലിഫന്റ് ആണോ? ദി ടീച്ചർ ആണോ അതോ ദ ടീച്ചർ ആണോ? നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഇതിന്റെ റൂള്. നമുക്കൊന്ന് പഠിച്ചു നോക്കാം. വവൽ സൗണ്ട് വരികയാണെങ്കിൽ, വവൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ AEIOU, ഈ സൗണ്ട് വരികയാണെങ്കിൽ നമ്മൾ ദി ആണ് പറയേണ്ടത്. അതുപോലെ തന്നെ ദി പറഞ്ഞ് നിർത്തരുത്. ദി കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ആ വാക്ക് എന്താണെന്നുള്ളത് കണ്ടിന്യൂ ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ദി എലിഫന്റ് എന്നാണ് പറയുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായി. എങ്കിൽ എന്ത് ചെയ്യുക? ദി അതിനുശേഷം പോസ് ചെയ്ത് എലിഫന്റ് എന്ന് പറയരുത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയാം ദി എലിഫന്റ്, ദി എലിഫന്റ്. ഇപ്പോഴങ്ങനെയാണ് പറയേണ്ടത്. നമുക്ക് ശ്രദ്ധിക്കാം. ദി ആപ്പിൾ അല്ലേ? കാരണം A ആണോ? ദി ആപ്പിൾ. ദി പോലീസ്മാൻ ആണോ ദ പോലീസ്മാൻ ആണോ? അവിടെ P ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോഴെന്താണ് വരുന്നത്? ദ പോലീസ്മാൻ എന്നാണ് വരുന്നത്. ദി എലിഫന്റ്, ദ ടീച്ചർ. ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ദി ബിഗ് എലിഫന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കുക. അവിടെ ബിഗ് വന്നതുകൊണ്ട് ദി വരില്ല, ദ എലിഫന്റ് എന്നാണ് വരുന്നത്. ദ ബിഗ് എലിഫന്റ് എന്നാണ് വരുന്നത്. പക്ഷേ അവിടെ ബിഗ് ഇല്ലായിരുന്നെങ്കിലോ ദി എലിഫന്റ് എന്ന് വന്നേനെ. ബിഗ് ഉള്ളത് കൊണ്ട് ദ ബിഗ് എലിഫന്റ്. ദ സിനിമ ഈസ് ഫുൾ ഇൻ ദി ആഫ്റ്റർനൂൺ ഷോ എന്ന് പറഞ്ഞാൽ സിനിമ ആഫ്റ്റർനൂൺ ഷോയിൽ ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം ദ ആണോ എന്ന്? ദ സിനിമ ഈസ് ഫുൾ ഇൻ ദി ആഫ്റ്റർനൂൺ ഷോ. ദി എംപ്ലോയീസ് ആർ അറ്റ് ദ മീറ്റിംഗ് വിത്ത് ദ CEO. ശ്രദ്ധിക്കുക. അവിടെ ദായാണ് രണ്ട് സ്ഥലത്ത് വന്നു, ഒരു സ്ഥലത്ത് ദി വന്നു. ദി എംപ്ലോയീസ്. You are the only intelligent person in the room. ഓക്കെ, നിങ്ങളാണ് ഇവിടെയുള്ള ഒരേ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ബുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. ഇനി ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ 1500 വേർഡുള്ള ഫ്രീ വൊക്കാബുലറി ബുക്ക്, ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ ആവശ്യമുള്ള ഏതൊക്കെ വേർഡാണെന്നുള്ള ബുക്ക് നമ്മൾ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, കൃത്യമായ ഡീറ്റെയിൽസ് പൂരിപ്പിക്കുക. അതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ സെക്ഷൻ മൊത്തത്തിൽ ഒരു ഓർഡറിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thank you very much for watching and God bless you.